എൻ്റെ പേര് വൈഗ. എനിക്കൊരു അനുജത്തി കൂടെ ഉണ്ട്. പേര് സ്വാതി. ഇത് വിളിപ്പേരാണ് കേട്ടോ. ഹരിപ്രിയ എന്നാണ് അവളുടെ യഥാർത്ഥ പേര്. പിന്നെ ഞങ്ങളുടെ മുത്തശ്ശനും അച്ഛനും അമ്മയും ഞാനും ഞങ്ങളുടെ കുട്ടനും ഇതായിരുന്നു ഞങ്ങളുടെ സ്വർഗം. രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ആഹാ, ഹരിമോൻ വന്നോ? എന്താടോ ഇന്നിത്ര സന്തോഷം? ഹരിയേട്ടൻ ഒരുപാട് വൈകി. ജോലി കൂടുതലുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ഹരിമോൾ ജനിച്ച ദിവസമല്ലേ? ആ അതെ. അതുമല്ല, ഫുൾ മാർക്ക് വാങ്ങിച്ചതിന് സ്കൂളിൽ നിന്ന് ആദരവ് കിട്ടിയ ദിവസം കൂടിയാണല്ലോ. എനിക്കറിയാലോ. ആ എന്താ നോക്കട്ടെ കയ്യില്. അതെ, ഇതാ അവൾക്ക് വേണ്ടി മുത്തശ്ശാ. ഒരു കേക്ക്. കണ്ണൻ നായർക്കൊരു കാര്യം അറിയാം. വാ ഏട്ടാ. നമ്മുടെ ഹരിമോൾക്ക് SSLCക്ക് A+ കിട്ടി. അതിന്റെ സന്തോഷ. നിങ്ങളുടെ ഈ സന്തോഷം കാണാൻ ദൈവം എനിക്ക് ആയുസ് തന്നല്ലോ മോളെ. ഇതേപോലൊരു കണ്ണൻ നായരെ കിട്ടാൻ ഞങ്ങളും പുണ്യം ചെയ്യണം. നിന്റെ അച്ഛനെ പോലൊരു അച്ഛനെ കിട്ടാൻ പുണ്യം ചെയ്യണം. വലിയ വീട്, സർക്കാർ ജോലി, അവനറിയാം അവൻ്റെ കഷ്ടപ്പാട്. നിങ്ങളൊക്കെ പഠിച്ച് നല്ല സ്ഥാനത്തെത്തിയിട്ട് വേണം അവനൊന്ന് ആശ്വാസമാകാൻ. ആഹാ, കൊച്ചുമക്കളും തമ്മിലുള്ള ചങ്ങാത്തം കഴിഞ്ഞില്ലേ? മിസ്റ്റർ ഹരി സാർ, ഞങ്ങള് കുഞ്ഞുങ്ങളല്ലേടേ, ഉം, കുറച്ചൊക്കെ ഫ്രീഡം താടേ. ഉം. അല്ല ഹരിമോനെ, വൈകയ്ക്കിപ്പോ പ്രായം കൂടിക്കൂടി വരികയല്ലേ? എത്രയും പെട്ടെന്ന് ഒരു പയ്യനെ കണ്ടുപിടിച്ചേ ഏൽപ്പിക്കേണ്ട സമയം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ആലോചിക്കാഞ്ഞിട്ടല്ല, അവസാന വർഷല്ലേ, എക്സാം കഴിഞ്ഞിട്ട് ആലോചിക്കാം. അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ട്. വളർന്നു വരുന്ന പെൺകുട്ടികളുള്ളപ്പോൾ മാതാപിതാക്കളുടെ നെഞ്ചിലൊരു തീയ. കാലം അതാണ്. വട വട പൂച്ചാണ്ടി റെയില് വണ്ടിയിലേ ആഹാ, റെയില് പൂഞ്ഞാലി വന്നല്ലോ. ദേ വന്നിരിക്കുന്നു വണ്ടിക്കാരനായിട്ട്. ഡാ കുട്ട, ഇപ്പൊ എന്താ ഈ വണ്ടി കയറായിട്ട്? അത് മാമ, നമ്മുടെ ഹരിമോളുടെ ബർത്ത്ഡേ അല്ലേ. പ്രകാശ് മാമ പറഞ്ഞു. അപ്പൊ എന്റെ മൂക്കിൽ കൂടെ ഒരു കൊയിന്റെ മണം. ഭയങ്കരം. ഞാനൊന്ന് അടുക്കള വരെ പോയിട്ട് വരാം. നിങ്ങക്ക് കൊയിന്റെ കാല് വേണേ എന്റെ കൂടെ വാ. നിങ്ങൾ അച്ഛനും മക്കളും കൂടെ അവനെ കളിയാക്കാതെ. അവന് നല്ല വിശപ്പ് കാണും. അതാ അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. നിങ്ങൾ അച്ഛനെയും കൂട്ടി വാ, ഭക്ഷണം കഴിക്കാം. വാ കൂട്ടാ. അമ്മായി വാ അമ്മായി. ദേച്ചാ, കുട്ടനെ കളിയാക്കല്ലോ, പാവം കിട്ടും. ഞാൻ അവനെ കളിയാക്കോ? ദൈവം ആരെയും എല്ലാം തികഞ്ഞ് ജനിപ്പിച്ചിട്ടില്ല. ചില വൈകല്യങ്ങൾ, അതിൻ്റെ പുറകിൽ ദൈവം ചില നന്മകൾ കണ്ടിട്ടുണ്ടാവും. അച്ഛാ, നാളെ നമ്മുടെ ഹരിമോൾക്ക് സ്കൂളിലൊരു ആദരവുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ വൈകിമോളെ എനിക്ക് ഹോസ്റ്റൽ കൊണ്ടുവന്നാക്കണം. കേക്ക് മുറിച്ച് ആഹാരം കഴിച്ചിട്ട് വന്ന് കിടക്കാം. എനിക്ക് നല്ല ക്ഷീണമുണ്ട് അച്ഛാ. Happy birthday to you. Happy birthday to you. Happy birthday dear. Happy birthday. അമ്മാവാ, കുട്ടന് കേക്ക്, കുട്ടന് കേക്ക്. നല്ല മുട്ടനാടന്റെ താടി. കാക്കാമാര് കാണരുത്, പെരുന്നാളൊക്കെ വരുന്നടാ. അവര് പിടിച്ച് കണ്ടിക്കുവേ.
ഇരിക്കട്ടടാ ഒരു ഉമ്മ, ഇനി തരാൻ പറ്റിയില്ലെങ്കിലോ? പെണ്ണ് എപ്പോഴും ചിലരുടെ സ്നേഹത്തിന് മുന്നിൽ എല്ലാം മറന്ന് സ്നേഹിച്ചു പോകും. അവസാനം ഒരു മുഴം കയറിലോ അല്ലെങ്കിൽ ഒരു തുള്ളി വിഷത്തിലോ അവരുടെ ജീവൻ അവസാനിപ്പിച്ചേക്കും. പക്ഷേ നമുക്ക് സ്നേഹം തന്ന ചിലരുടെ മുഖം അതിൽ നിന്ന് നമ്മളെ തടുക്കും. അതാണ് എൻ്റെ വിജയം. ഡാർവിൻ, ചെറിയൊരു വിഷയമുണ്ട്. പുതിയതായി ഒരു ഹരിദാസ് ചാർജ് എടുത്തിട്ടുണ്ട്. അവൻ വന്നപ്പോഴേ നമ്മുടെ നെഞ്ചത്തിട്ട് പണിയും പണിയും. സർക്കാർ അവർക്ക് ശമ്പളം കൊടുക്കുന്നത് വലിക്കാനല്ല, അടിച്ചാൽ തിരിച്ചടിക്കണം. അതാണ് ആണത്തം. വെറുതെ ആണുങ്ങളുടെ മാനം കളയാൻ. ഇതിനു മുമ്പ് എത്ര സാറന്മാര് വന്നതാടാ. പാറയിൽ ജോസേ, എന്നിട്ട് അവന്മാര് നമ്മളെ വലിച്ചു കയറ്റിയോ? തെക്കേക്കായൽ റിസോർട്ടിന് പണി ഇനി നടക്കത്തില്ല. സ്റ്റേ അടിച്ചവന്മാർ അണ്ണാക്കി തന്നിട്ടുണ്ട്. ഏതായാലും അവനെ ഞാൻ നേരിട്ടൊന്ന് കാണുന്നുണ്ട്. കാണണ്ട എടാ. നിങ്ങളിങ്ങനെ കണാകുണ പറഞ്ഞു നിന്നോ? പിള്ളേർ മൊബൈലുമായിട്ട് ഇറങ്ങും. പിന്നെ പണി പാളും കേട്ടാ. പിന്നെ പാറയിൽ ജോസേ, പിന്നീട് നിങ്ങളുടെയൊക്കെ അവസ്ഥയുണ്ടല്ല, പാളയം മാർക്കറ്റിലെ നല്ല മത്തി വിറ്റുകൊണ്ട് പാള വരെ നിൽക്കുന്നതായിട്ട് നടക്കേണ്ട ഗതികേട് വരും. പുതിയ ആളല്ലേടാ ജോസേ, നീ ഒന്ന് ചെന്ന് കണ്ട് കാര്യം അവതരിപ്പിക്ക്. ചില കാര്യങ്ങൾ ലഹരിയുടെ പുറത്ത് നിഷ്പ്രയാസം ചെയ്തു തീർക്കാൻ പറ്റും. മാമന്റെ തീവണ്ടിയൊക്കെ അങ്ങ് തളർന്നല്ലോ. പോടാ, പ്രായമാവുമ്പോ അങ്ങനൊക്കെയാടാ. മാമി കാലമൊക്കെ മാറ്റിക്കോ, തീവണ്ടി വരുന്നുണ്ട്. ആ നീ വന്നോ? ഏട്ടൻ മോളെ കൊണ്ട് സ്കൂളിൽ പോന്നു. നീയും കൂടെ പോണം. കുറച്ച് സാധനം വാങ്ങിക്കാറുണ്ട്. മാമി ആ സുജയ്, ഞാൻ മോളെ കൊണ്ടുവന്നേക്കാൻ പോകും. ശരി ചേട്ടാക്കി. ആ ചേട്ടാ, ഇവനും കൂടെ വരുന്നുണ്ട്. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ഇവനെ മാർക്കറ്റിലൊന്ന് ഇറക്കിയാൽ ഓ, മതി. വൈകമോള് വന്നില്ലേ? ആ കൊള്ളാം. കിട്ടിയ ചാൻസ് പാഴാക്കാതെ മൂടി പുതച്ച കിടപ്പുണ്ട്. ഞാനേ മോൾക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത് ഞാൻ അങ്ങോട്ട് ഓഫീസിൽ ശരി. പോകും. ഞാൻ വരുമ്പോഴേക്കും വൈകമോളോട് ഇവിടെ തയ്യാറായി നിൽക്കാൻ പറയണം. വന്നിട്ട് യാത്ര പറയാം. അയക്കാം. ശരി മാമി. വരുമാനേ, വൈകമോളും ഇന്ന് രാത്രി പോവല്ലേ? അപ്പൊ വീട് ഉറങ്ങുമല്ലോ ദൈവമേ. മിസ്റ്റർ, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? നിങ്ങൾ എന്നെ കണ്ടിരിക്കാൻ ചാൻസ് ഇല്ല. ഒരു പക്ഷേ പറഞ്ഞാൽ മനസ്സിലാകും. ആർക്കും വേണ്ട കിടന്ന തെക്കേക്കായലിൽ ഞങ്ങളൊരു റിസോർട്ട് പണിഞ്ഞു. സാർ അതിന് മനോഹരമായൊരു സ്റ്റേ തന്നിട്ടുണ്ട്. എല്ലാവരും എന്നെ അറിയും. പാറേ ജോസ് എന്ന് എന്നെ വിളിക്കുന്നത്. ആ പേരൊരു പക്ഷേ സാറ് കേട്ടിട്ടുണ്ടാവും. സാധാരണ ഞാനിങ്ങനെ ഇറക്കാൻ പോകാറില്ല. ഫോണിലൊരു വാണിംഗ്. അറക്കാൻ പോകുന്നതിന് മുമ്പ് ജോസ് നൽകുന്ന ഒരു ദാഹജലം, അത് പലർക്കും കിട്ടിയിട്ടുണ്ട്. ഓഹോ, താനാണ് പാറയിൽ ജോസ് അല്ലേ? മിസ്റ്റർ പാറയിൽ ജോസ്, സർക്കാരിന്റെ ഒരുവിധ പെർമിഷനും ഇല്ലാണ്ടാണ് തന്റെ കുന്തവിടെ കെട്ടിപ്പൊക്കുന്നത്. അറിയാം സാറേ, സാറൊന്ന് കണ്ണടച്ച ഭാവിയിൽ സാറിന് നല്ല ഗുണമുണ്ടാവും. മറിച്ചാണെങ്കിൽ വിഷമം ഉണ്ടാവും. ഹേ മിസ്റ്റർ, നിങ്ങൾ മാറണം. എനിക്ക് പോണം.
വേണ്ട വേണ്ട. ഇവന്റെ തലയിലെന്തോ ഇരിക്കുന്നു? ഹിമാലയാണോ? ഹരിമാമ എന്റെ അരി വിടാൻ പറ മാമ. മാറിക്കടാ. താങ്കൾ തരുന്ന പിച്ചയ്ക്ക് പണിയെടുക്കുന്നവനല്ല ഈ ഹരി. എനിക്ക് മാന്യമായ ശമ്പളം സർക്കാർ തരുന്നുണ്ട്. എനിക്കും നിനക്കും വേണ്ടിയിട്ടേ രാജ്യത്തിന്റെ അതിർത്തിയിൽ വീടും കുടുംബവും കുട്ടികളെയും ഉപേക്ഷിച്ച് ഏതു നിമിഷവും മരണം കാത്തു കഴിയുന്ന ധീര ജവാന്മാരുണ്ട്. അവരാണ് എന്റെ മാതൃക. ജോസിന് തെറിപ്പിക്കാൻ പറ്റുന്ന ജോലിയാണെങ്കിലേ ഞാനതങ്ങ് വേണ്ടെന്ന് വെക്കും. മാമ മാമ വിറപട്ടി. പ്രിയപ്പെട്ട മക്കളെ, വിദ്യാർത്ഥിനികളെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, നമ്മുടെ നാടിനും ഈ സ്കൂളിനും നമുക്കും അഭിമാനമായി മാറിയ ഹരിയുടെയും സുജാതയുടെയും മകളായ ഹരിപ്രിയയ്ക്ക് നമ്മുടെ നാടിന്റെയും ഈ സ്കൂളിന്റെയും സ്നേഹാദരവ്. ഹരിപ്രിയയ്ക്ക് ഒരു മൊമന്റോയും ആദരവും കൊടുക്കാനായിട്ടാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. നമ്മുടെ ഈ സ്കൂളിന്റെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി ഹരിപ്രിയ മോളെ ക്ഷണിക്കുന്നു. ഹരിപ്രിയയുടെ അച്ഛന് പൊന്നാട അണിയിക്കുന്നതിനു വേണ്ടി ഈ സ്കൂളിലെ കായിക അധ്യാപകനായ അപ്പുണ്ണിമാഷെ ആദരവോടെ ക്ഷണിക്കുന്നു. നിങ്ങളെല്ലാവരോടും ഈ അവസരത്തിൽ എനിക്കൊന്നേ പറയാനുള്ളൂ. നിങ്ങളെല്ലാവരും നമ്മുടെ നാടിന് ഒരഭിമാനമാകണം. ഒരു വൃക്ഷം അതറിയപ്പെടുന്നത് അതിന്റെ ഫലത്തിൽ കൂടിയാണ് എന്ന പോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാ മക്കളും അറിയപ്പെടേണ്ടത് ഈ സ്കൂളിന്റെയും ഈ നാടിന്റെയും പേരിലായിരിക്കണം. അപ്പൂപ്പ അപ്പൂപ്പ ദേ ഇത് കണ്ട് എനിക്ക് കിട്ടിയതാ. ആഹാ, മിടുക്കി കുട്ടി. മോള് നല്ലോണം പഠിക്കണം കേട്ടോ. ഉമ്മ എടോ സുജയ്, നാളെ എനിക്ക് തമിഴ്നാട് വരെ ഒന്ന് പോകണം. എന്താ ഇത്ര പെട്ടെന്ന്? ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടേ തിരിച്ചു വരുള്ളൂ. നമ്മുടെ വൈകിയെ വിട്ടു വരുന്ന സമയത്തേ രമേഷ് സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു. വളരെ അടിയന്തരമായിട്ട് ഒരു സർവേയുമായി ബന്ധപ്പെട്ടിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് നിങ്ങളെ വിട്ടു നിൽക്കാൻ പ്രയാസമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ പോയേ പറ്റൂ. എന്നാലും പോയല്ലേ പറ്റൂ. ആരാടി നിന്നെ കൊണ്ടുവിട്ടിട്ട് പോയത്? ഓ അതെന്റെ ക്ലാസ്മേറ്റാ. ഇതൊന്നും നമ്മുടെ കുടുംബത്തിന് ചേർന്നതല്ല. ഓ അതൊരു ലിഫ്റ്റ് തന്ന്. അത്ര വലിയ തെറ്റാണോ? ആ തെറ്റ് തന്നെയാ. ഈയിടെ കൊണ്ട് നിന്റെ സ്വഭാവം അത്ര നല്ലതല്ല. ഞാനിതൊക്കെ അച്ഛനെ വിളിച്ച് പറയാത്തതേ അച്ഛനെ വെറുതെ വേദനിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. എന്താ കുട്ടി ഇത്? നാട്ടുകാർ അതും ഇതുമൊക്കെ പറയത്തില്ലേ മോളെ? ഓ നാട്ടുകാര് പറയുന്ന അങ്ങ് പറയട്ടെ.
ശിവ ശിവ, കാലവും കോലവും ഒക്കെ അങ്ങ് ആകപ്പാടെ മാറിപ്പോകുന്നല്ലോ. നിനക്കുള്ള ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്. കുളിച്ചിട്ട് മര്യാദയ്ക്ക് വന്നെടുത്ത് എനിക്ക് കഴിക്കും. വിശപ്പില്ല, എനിക്ക് വേണ്ട. ദേ വെറുതെ വാശി പിടിക്കരുത്, പറഞ്ഞേക്കാം. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്. എന്തൊരു ദേ കഷ്ടമാ വേഗം ഇത്. വന്ന് എനിക്ക് കഴിക്കാൻ വേണ്ട. നോക്കിക്കോ. ഓ, ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യങ്ങളേ. എൻ്റെ കൃഷ്ണ. എടി ഹരിപ്രിയേ, അടിക്കില്ലേ അമ്മേ? എന്താ ഇത്? എന്റെ friend ആണ് നിന്റെ ചേച്ചി ബാഗിൽ നിന്ന് അടിക്കുന്നത്. കിട്ടിയതാ. എന്താ ഇത്? അയ്യോ, അമ്മ പറയടി. അടിക്കില്ലേ അമ്മേ? അയ്യോ. എന്താടി ഇത്? പറയാൻ. അപ്പൂപ്പ, അപ്പൂപ്പ. മോളെ സുജേ, ഒരു വണ്ടി വന്ന സൗണ്ട് കേട്ടല്ലോ. ഹരിമോനാണോ നോക്കിയേ? ആ അതെ അച്ഛാ, ഞാൻ തന്നെ. അച്ഛൻ്റെ അടുത്ത് വന്ന് കൈ പിടിച്ചിരിക്കുമ്പോൾ ഒരു സ്വർഗം പോലെ അച്ഛാ. സ്വർഗം പോലെ കിടന്ന വീടാ. എന്തോ ഒരു നിശബ്ദത. മനസ്സിന് വല്ലാത്ത ഒരു ആധി. നമ്മുടെ കുട്ടൻ പറയുന്ന കേട്ടു, വഴിയിൽ നിന്നെ ആരോ തടഞ്ഞെന്നോ കുട്ടനെ നോവിച്ചെന്നോ ഒക്കെ. എന്തൊക്കെയാടാ മോനെ ഇത്? ചേട്ടന് വന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഒത്തിരി നേരമായോ? അല്ല സുജേ, അച്ഛനത് എന്തു പറ്റി? ഒരു വല്ലാത്ത സങ്കടം പോലെ. ആ നമ്മുടെ കൊച്ചുകാന്താരി എവിടെ? ഹരിമോള്. ആ ഹരിയേട്ടാ, ഞാനിത് പറയാൻ മറന്നു. കഴിഞ്ഞ 2 ആഴ്ചയായി കാര്യമായിട്ട് അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. കളിയും ചിരിയും ഒന്നുമില്ല. നാളെ തന്നെ നമുക്ക് നല്ലൊരു ഡോക്ടറിനെ കാണിക്കണം. ചേട്ടൻ കുളിച്ചിട്ട് വാ, ഞാൻ ആഹാരം എടുത്ത് വയ്ക്കാം. ചെല്ല് ചേട്ടാ. പണ്ടത്തെ കാലല്ല, കാലത്തിനൊപ്പം അവരും വളരും. അവൾക്കൊന്നുമില്ലടോ. അവൾ മിടുക്കിയാണ്. ആർക്കും ദ്രോഹം ചെയ്യാത്ത ദൈവം നമ്മളെ ചതിക്കോ? അല്ലേ അച്ഛാ? ആ ഹരി പറ. ഹലോ കോശി, എനിക്ക് തന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ഞാനിപ്പോ ഡ്യൂട്ടിയിലാണുള്ളത്. കുറച്ച് സീരിയസ് മാറ്ററാ കോശി. മൈ ഫാമിലി ഇഷ്യൂ. ഒരു 10 മിനിറ്റ് തന്നെ കണ്ടേ പറ്റും. താനൊരു കാര്യം ചെയ്യ്, നമ്മുടെ റിസോർട്ടിലോട്ട് വാ. ശരി കോശി, ആ ഞാനിപ്പോൾ എത്താം. എടോ കോശി, ഇപ്പോൾ എനിക്ക് തന്നോട് മാത്രമാണ് ഒരു സഹായം ചോദിക്കാനുള്ളത്. എൻ്റെ മോൾക്ക് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് എൻ്റെ 2ാമത്തെ മോള് ഹരിപ്രിയ ആകെ ഒരു മാറ്റം. എൻ്റെ അച്ഛനും എൻ്റെ ഭാര്യയും പറഞ്ഞെങ്കിലും ഞാനത് ശ്രദ്ധിച്ചില്ല. എത്ര ചോദിച്ചിട്ടും ഒന്നും അവൾ പറയുന്നില്ല. ഈയിടെയായി സ്കൂൾ വിട്ടിട്ട് വളരെ വൈകിയാണ് വരുന്നത്. ആഹാരം കഴിക്കുന്നില്ല. ഈയിടെയായിട്ട് ചില സംശയങ്ങൾ തോന്നി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പരിശോധിച്ച ഡോക്ടർ പറയുന്നു അവൾ ഏതോ ലഹരിക്ക് അടിമപ്പെട്ടു. സ്കൂളിൻ്റെ അഭിമാനമായിരുന്നു, ഞങ്ങളുടെ മാലാഖ്യവുമായിരുന്നു എൻ്റെ ഹരിമോൾ. ഞാൻ ആരോടാണ് ഇത് പറയാ?
സമൂഹം ചിലപ്പോൾ അവളെ മുദ്രകുത്തും അപഹാസ്യ വാക്കുകളാൽ. എടോ ഹരി, തനിക്കൊരു കാര്യം അറിയുമോ? തന്നെപ്പോലെ ഒരുപാട് അച്ഛനമ്മമാർ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചാണ് ഇന്നത്തെ മക്കളെ വളർത്തുന്നത്. ഇന്നത്തെ പല അമ്മമാരും പാത്രങ്ങൾ കഴുകിയും കെട്ടുതാലി വിറ്റിട്ടുമാണ് പല മക്കളെയും വളർത്തുന്നത്. ഇതൊന്നും അറിയാതെയാ പല കുഞ്ഞുങ്ങളും പണത്തിനും പ്രസക്തിക്കും വേണ്ടി പോയി പടുകുഴിയിലേക്ക് വീഴുന്നത്. അവന്റെ സുഖത്തിനു വേണ്ടി ഒരുപാട് നിരപരാധികളായ കുഞ്ഞുങ്ങളെ വേട്ടയാടി പിടിച്ച് ലോകം കീഴടക്കുകയാണ്. അതിൽപ്പെട്ട് മാനവും ജീവനും ജീവിതവും സമ്പത്തും നഷ്ടപ്പെട്ട് ഒരുപാട് മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഈ മാഫിയകളുടെ മുഖ്യ ഇരകൾ പെമ്മക്കൾ തന്നെയാണ്. കാരണം ആഡംബരങ്ങളിലും മോഹന വാഗ്ദാനങ്ങളിലും പെട്ടുപോകുന്ന ഇവരെ ലൈംഗികമായി കാഴ്ചവെച്ചും അവരെ ഭീഷണിപ്പെടുത്തുമ്പോൾ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു കുടുംബം, ആ മറവിലെ ഇവര് വളർന്നു വന്നിരിക്കുന്നതേ. ആ മാഫിയകളുടെ മുഖ്യ ശത്രു നീതി കാത്തു സൂക്ഷിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള ഉദ്യോഗസ്ഥരാണ്. നിങ്ങൾക്കൊരു കൈത്താങ്ങാകുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ഉദ്യോഗസ്ഥർ പേടിച്ചാടവും നടക്കുന്നത്. കാരണം ഞങ്ങൾക്കും ഉണ്ട് കുടുംബവും കുട്ടികളും ജീവനും ജീവിതവും. നിയമം കയ്യിലെടുക്കാൻ നമുക്കൊന്നും സാധ്യമല്ലടോ. ഇല്ലെങ്കിൽ ലേവന്മാരെ പോലെയുള്ളവരെ തുടച്ചു നീക്കാൻ ഞങ്ങൾക്ക് ഓരോ സാധിക്കുമായിരുന്നു. ദിവസവും എല്ലാം ദൈവത്തിനെ ഏൽപ്പിച്ചിട്ട് നിങ്ങളെപ്പോലുള്ളവർക്ക് വേണ്ടിയാണ് സാർ ഞങ്ങളുടെ ജീവിതം. എന്തായാലും താൻ വിഷമിക്കണ്ടടോ. അധികം താമസിയാതെ ഈ കേസിന്റെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിനുള്ള റീപ്ലൈ ഞങ്ങൾ തന്നിരിക്കും. എനിക്ക് വേണോ എന്റെ കുടുംബം, എന്റെ ഹരിമോൻ. മറ്റാരോടും പറയാനില്ല. എന്നാൽ എനിക്കൊരു പ്രണയമുണ്ടായി. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരാൾ യാദൃശ്ചികമായി ഞങ്ങളൊരു യാത്രയിൽ കണ്ടുമുട്ടി. എന്തോ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക അനുരാഗം അവനോട് തോന്നി. ഞങ്ങൾ പതുക്കെ അടുത്തു. നിത്യവും കാഴ്ചകളായി, അവൻ്റെ ബൈക്കിൻ്റെ പിന്നിൽ കറങ്ങാൻ പോക്കായി. അങ്ങനെ ആ ബന്ധം പതിയെ ഞങ്ങളെ ശാരീരിക ബന്ധത്തിലേക്ക് വരെ നയിച്ചു. കനവിൻ തീരെ തുരുയിരായി നീ വീശും കാറ്റിൽ തേടവേ. കനവിൻ തീരെ തുരുയിരായി നീ വീശും കാറ്റിൽ തേടവേ. ഉള്ളോളം ഞാൻ കാക്കവേ ഉയരിന്നുയരായി മാറും. നീ നെഞ്ചോരം എൻ കനവായി മാറും. നീ എൻ ജീവനേ, നീ എൻ ജീവനേ. നോവിൻ്റെ തീരത്ത് തോരാത്ത മഴയായി അണയാത്ത തിരിയെന്നിൽ തെളിയുന്നു. നോവിൻ്റെ തീരത്ത് തോരാത്ത മഴയായി അണയാത്ത തിരിയെന്നിൽ തെളിയുന്നു. ഒഴുകും പുഴ പോൽ തഴുകും നിന്നെ കനവിൽ നിന്നകലും നിന്നുയിരേ ഉയിരേ. അകലാതെ നീ എന്നുള്ളിൽ ചിരിതിരിമല്ലേ അണയും എന്നിൽ, അണയും എന്നിൽ.
രജിസ്റ്റർ ചെയ്യണ്ടേ? രജിസ്റ്റർ ചെയ്യണോ? ഒന്ന് പോയിടന്ന്. അതെ, ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞത്. ദേ, നമുക്ക് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യണം കേട്ടോ. ശരിയാവില്ല. ഒന്ന് പോയിടന്ന്. എന്നാൽ അതൊരു ചീറ്റിംഗ് ആയിരുന്നു. അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ട് അവനെന്നെ ഉപേക്ഷിച്ചു. പല പ്രാവശ്യം കോൾ ചെയ്തു, എടുത്തില്ല. ആരോട് പറയാൻ, എന്തു പറയാൻ? ഞാനൊരു മാനസിക രോഗിയായി മാറി തുടങ്ങിയിരുന്നു. പലവട്ടം മരിക്കാനായി ഞാൻ ഒരുങ്ങിയതാ. പക്ഷേ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുത്തശ്ശൻ്റെയും അനിയത്തിയുടെയും സ്നേഹം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. മാലാഖയായ സ്വപ്നം കണ്ട എൻ്റെ അച്ഛൻ്റെ മുന്നിലേക്ക് ഞാൻ എൻ്റെ എല്ലാ പഠനവും ഉപേക്ഷിച്ചു. തിരികെ ഇവിടെ എത്തി. പക്ഷേ എന്നിട്ട് ശത്രുക്കൾ ഞങ്ങളെ വെറുതെ വിട്ടില്ല. എൻ്റെ നഗ്ന ചിത്രങ്ങൾ വെച്ച് അവരെന്നെ വേട്ടയാടി. ജിബു, ചെറിയൊരു സീനിലുണ്ടോ നമ്മുടെ ജോസേട്ടനെ ചെറിയൊരു പണി കിട്ടി. നമ്മുടെ ഹരിച്ചേട്ടനായിട്ട് ചെറിയ പോട്ടി. പുള്ളി മോളിപ്പോൾ എറണാകുളത്തെ പഠിക്കുന്നത്. വല്ല വള്ളിക്കേസൊക്കെ ആയിരിക്കുമല്ലേ? ഇതാണല്ലോ കുട്ടി. സംഗതി ഞാനേറ്റി. നിനക്കാകുമ്പോൾ അത് പറ്റൂല്ലോ. എന്താ ചില്ലറ കേസാണ്. ഒരു പെണ്ണ് എപ്പോഴും ചിലരുടെ സ്നേഹത്തിന് മുന്നിൽ എല്ലാം മറന്ന് സ്നേഹിച്ചു പോകും. അവസാനം ഒരു മുഴം കയറിലോ അല്ലെങ്കിൽ ഒരു തുള്ളി വിഷത്തിലോ അവരുടെ ജീവൻ അവസാനിപ്പിച്ചേക്കും. സാറേ ഒന്ന് വന്നേ. വാ സാറേ. എന്താ ഉത്തമ? സാറ് വൈകമുള്ള ഹോസ്റ്റലിൽ വരെ ഒന്ന് പോയിട്ട് വാ. അത് സാർ അത്യാവശ്യമായിട്ട് അവിടെ വരെ ചെല്ലണം. അവിടെ ചെന്നാലേ സിറ്റുവേഷൻ അറിയാൻ പറ്റൂ. ആ കുട്ടിയുടെ അവസ്ഥ ഇപ്പോൾ വളരെ മോശം സാറേ. സാർ എന്തായാലും അവിടെ ഇരുന്ന് പോയിട്ട് വാ. സാർ ഇപ്പം തന്നെ പോകണം. ഉത്തമ, എന്റെ വൈകമുൾക്ക് എന്താ പറ്റിയത്? അറിയോ ഉത്തമ? ഹരിസാർ എന്ത് കണ്ട മാമ? ആഹാ, പ്രദീപോ? ഓനെ അത്യാവശ്യമായിട്ട് പുറത്തോട്ടെങ്ങാണ്ട് പോയി. കണ്ണമാമ, നമ്മുടെ വൈകമോളെ കുറിച്ച് ചില മാന്യന്മാർ അപവാദം പറയുന്നുണ്ട്. കുറേ നാളായി ഞാനിത് കേൾക്കുക. ഛേ, നിർത്തണ. എൻ്റെ മോളെ എനിക്കറിയാം. പക്ഷേ നമുക്ക് സ്നേഹം തന്ന ചിലരുടെ മുഖം, അതാണ് എൻ്റെ വിജയം. എൻ്റെ കുടുംബമാണ് എൻ്റെ വിജയം. എന്താ ആരും ഒന്നും മിണ്ടാതെ പോകുന്നേ? ഹാ, എന്താ ഇത് മക്കളെ? ഹരി, തളർച്ച തോന്നുന്നുണ്ടോ? നീ തളരരുത്. അതാണ് മനുഷ്യജന്മം. ആ, ഹലോ. ഈ വിധിയും നീ വരുത്തി വെച്ചല്ലോ ശിവദാസ. പാറയിൽ ജോസേ, എനിക്കിനി നഷ്ടപ്പെടാനൊന്നുമില്ല. നഷ്ടങ്ങൾ നിനക്ക് മാത്രമാണ്. എന്റെ മരണം വരെ മുഴുവൻ ഞാൻ സത്യസന്ധമായി ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യും. നിന്റെ മൊബൈലിലോട്ട് ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും അയച്ചിട്ടുണ്ട്. കണ്ടൊന്ന് ആസ്വദിക്ക് എൻ്റെ കാരിദാസൻ സാറേ.
ഹരിയേട്ടാ, ആരായിരുന്നു ഫോണിൽ? ആരായിരുന്നെന്ന്? ഹരിയേട്ടൻ എന്തിനാ ഇത്ര വേദനിക്കുന്നത്? എന്താ അത്? ആ ഫോൺ ഇങ്ങട്. എന്താ അത്? ഇങ്ങട് വിടാൻ. വിട്. അയ്യോ ഹരിയേട്ടാ, ഇത് നമ്മുടെ മോള്. ഹരിയേട്ടാ, ഇത് എന്തായി കാണുന്നേ? കൃഷ്ണ, ഞാൻ എന്തായി കാണുന്നേ? ഹരിയേട്ടാ, ഹരിയേട്ടാ, നമ്മുടെ മോള്. ഹരിമാമ, ഞാനൊരു പൊട്ടനാ, എങ്കിലും എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി മാമ. നിങ്ങൾ കരയണ്ട. പ്രകാശം മാമ എല്ലാം എൻ്റെ അടുക്ക പറഞ്ഞു. വൈകക്കുട്ടി ഞാനുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമാ വൈകയെ. കുട്ട, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ നിന്റെ ഈ കോമാളിത്തരുണ്ടല്ലോ, അത് കാണുമ്പോൾ എനിക്ക് സങ്കടം. ഇപ്പം എൻ്റെ മോളെക്കാളും നല്ലവൻ നീയാടാ. അവളുടെ നീലച്ചിത്രങ്ങൾ വരെ നെറ്റിലിറങ്ങി. അറിഞ്ഞുകൊണ്ട് പാവം നിന്നോട് ഞാനത് ചെയ്യണം. പ്രായത്തിൻ്റെ ചാവല്യം കൊണ്ട് ചില പെൺകുട്ടികളും മണ്ടികളാവും. എന്നാലും ഞങ്ങളുടെ മക്കൾ തന്നെ ഈ മണ്ടത്തിരുത്തി ചെന്ന് ചാടിയല്ലോ. അതാണ് അച്ഛൻ്റെ സങ്കടം. പലവട്ടം ഞാൻ എൻ്റെ മോളോട് പറഞ്ഞിരുന്നു, ഒരു താലിച്ചരടെങ്കിലും എടുത്തു തരാനുള്ള സൗഭാഗ്യം ഈ അച്ഛന് തരണമെന്ന്. എല്ലാം പോയില്ലേ മോളെ? നമ്മൾ കാത്തു സൂക്ഷിച്ച തറവാടിന്റെ അന്തസ്, അഭിമാനം എല്ലാം പോയില്ലേ? എന്തു തന്നെയായാലും മോളെ, ആർക്കും ചവറ്റുകൊട്ടയിൽ തള്ളിക്കളയാനായി കഴിഞ്ഞാലും ജന്മം തന്ന അച്ഛനും അമ്മയ്ക്കും ഒരു മക്കളെയും തള്ളിക്കളയാൻ പറ്റില്ല. ആ ഹരിസാറേ, ഞാൻ കോശിയാ. ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയാ വിളിച്ചത്. ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ച്. ആ ന്യൂസ് കണ്ടായിരുന്നോ? ക്രമത്തിലതീതമായ മയക്കുമരുന്നുണ്ടായിരുന്നു. ആ ഇനി കുറച്ചു കാലം നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം. ആ അതിന്റെ ലിങ്ക് ഞാൻ ഇട്ടുതരാം, സാറൊന്നും നോക്ക്. ഓക്കെ സാറേ, ശരി. സമൂഹത്തിൽ വളരെ പ്രശ്നങ്ങളുണ്ടാക്കുന്ന സംഘത്തെ തലവനെ പറ്റിയും എന്താണ് സാറിന് പറയാനുള്ളത്? കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ഇവരുടെയൊക്കെ പുറയിലായിരുന്നു. കാരണം ഒരു സമൂഹത്തെ മൊത്തം ഒടുക്കിക്കൊണ്ടിരിക്കുന്ന MDMA എന്ന് പറയുന്ന ഒരു സൈലന്റ് കില്ലറാണ് MDMA എന്ന ആ ഒരു മഹാവിപത്ത്.
അതിനെ തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങളെപ്പോലെയുള്ള കുറച്ച് ഉദ്യോഗസ്ഥർ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് തന്നെ ഇവരുടെ പുറകിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പല കുടുംബങ്ങളെയും ഇവർ ഒന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് തടയിടാൻ വേണ്ടി ഇവിടുത്തെ പൊതുസമൂഹം ഒന്നടങ്കം ഞങ്ങളോടൊത്ത് നിൽക്കണമെന്ന് ആണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ അവസരത്തിൽ പൊതുജനങ്ങളോട് പറയാനുള്ളത്. ഇനിയും ഇതിന് വിലങ്ങുതടിയിട്ടില്ല എങ്കിൽ ഈ സമൂഹം എന്നല്ല, നമ്മളുടെ ഈ രാജ്യം തന്നെ ഇല്ലാതാക്കാൻ ഇവരെ പോലെയുള്ള കാപാലികരെ കൊണ്ട് കഴിയും. അതുകൊണ്ട് എല്ലാ സമൂഹത്തോടും വീണ്ടും വളരെ വിനയത്തോടു കൂടി ഞങ്ങൾ ഈ പാവപ്പെട്ട ഉദ്യോഗസ്ഥർ, അതായത് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് തന്നെയാണ് ഞങ്ങൾ ഓരോ ദിവസവും ഇവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വലിയ ഓപ്പറേഷനാണ് സാറും സംഘവും ഇവിടെ നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതുകൂട്ടുള്ള ഓഫീസർമാർ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ നമ്മുടെ നാടും നമ്മുടെ മക്കളും സുരക്ഷിതരായിരിക്കും. കടുത്ത പ്രതിസന്ധിയിലും ഭീഷണിയുടെ മുന്നിലാണെങ്കിൽ തന്നെയും നമുക്ക് വേണ്ടി സേവനം ചെയ്യുകയാണ് ഈ ഓഫീസർമാർ. മദ്യവും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ഇന്ന് ഒട്ടനവധി യുവതലമുറയാണ്, അതായത് വിടർന്ന ഒരു പൂവിന്റെ നർമൂല്യം മാത്രമുള്ള ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ തന്നെ ഇല്ലാതാക്കുന്ന ഈ മഹാവിപത്തിനെ നമുക്കെല്ലാവർക്കും ഒത്തൊരുമയോടുകൂടി, അതായത് ഇവരെ ഇവിടുന്ന് തുടച്ചു നീക്കിയേ നമുക്ക് ഓരോരുത്തർക്കും മതിയാവും. നാം പണ്ട് പഠിച്ച പോലെ ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ നാടിനെ സ്നേഹിക്കുന്നു, വൈവിധ്യപൂർണ്ണം അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് നാളെ ഒരു തലമുറയ്ക്ക് നാം പറഞ്ഞു കൊടുക്കണമെങ്കിൽ തീർച്ചയായും ഇതുപോലുള്ള ഓഫീസർമാർ നമുക്ക് ഇങ്ങനെ തന്നെ. മരണം വരെ നമ്മൾ ജീവിക്കും. ഇനി തിരിച്ചറിവിന്റെ കാലമാണ്, സത്യത്തിന്റെ പാതയാണ്. നഷ്ടങ്ങളെ ഓർത്ത് നമ്മൾ ദുഃഖിക്കണ്ട. ചിലത് നേടണമെങ്കിൽ ചിലത് ത്യജിക്കണം. ഞങ്ങൾ ജീവിക്കും. ഇനി സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും മക്കളായി നഷ്ടങ്ങളെ കണ്ട് എൻ്റെ വിധിയുടെ നേരെ കണ്ണടച്ച്